നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഒടുവിലിത ഇറാനെതിരെ പുതിയ ഉപരോധങ്ങൾ ബ്രിട്ടൻ ഏർപ്പെടുത്തി. വിചിത്രമാണ് ഇപ്പോൾ ലോകത്തിൽ നമ്മൾ കാണുന്ന കാഴ്ചകൾ. യുക്രൈനെതിരെ പ്രയോഗിക്കാൻ റഷ്യയ്ക്ക് ആയുധങ്ങൾ നൽകുന്ന ഇറാൻ, റഷ്യയ്ക്ക് ബാലിസ്റ്റിക് മിസൈലുകളും മറ്റ് ആയുധങ്ങളും നൽകിയതിനാണ് ഇറാനെതിരെ യുടെ നടപടി. ജർമ്മനി, ഫ്രാൻസ് എന്നീ രാജ്യങ്ങൾ നേരത്തെ തന്നെ ഇറാനെതിരെ ഉപരോധം പ്രഖ്യാപിച്ചിരുന്നു. റഷ്യയ്ക്ക് ആയുധങ്ങൾ കൈമാറാൻ സഹായിച്ച ഇറാന്റെ ദേശീയ വിമാന കമ്പനിയുടെയും സർക്കാർ ഉടമസ്ഥതയിലുള്ള ഷിപ്പിംഗ് കമ്പനിയുടെയും ആസ്തികൾ മരവിപ്പിക്കുമെന്ന് ബ്രിട്ടൻ പറയുന്നു. ഇറാനിൽ നിന്ന് മിസൈലുകൾ എത്തിച്ച പോർട്ട് ഒല്യാത്രി എന്ന റഷ്യൻ ചരക്ക് കപ്പലിനെയും ഉപരോധത്തിൽപ്പെടുത്തി. യുക്രൈൻ റഷ്യ യുദ്ധം ആരംഭിച്ച് 1000 ദിവസങ്ങൾ പിന്നിട്ടിരിക്കുന്നു. ഇതുവരെ റഷ്യയ്ക്ക് കാര്യമായ വിജയം അവകാശപ്പെടാൻ കഴിയുന്നില്ല. എന്നാൽ റഷ്യയുടെ ചില ഭാഗങ്ങൾ പോലും യുക്രൈൻ ഇതിനകം പിടിച്ചെടുത്തു. ആഗോള സുരക്ഷയെ ദുർബലപ്പെടുത്തുന്ന നീക്കങ്ങളാണ് ഇറാൻ നടത്തുന്നത് എന്ന് ബ്രിട്ടൻ പറയുന്നു. മറുവശത്ത് റഷ്യക്കെതിരെ ജോ ബൈഡൻ ഭരണകൂടം ശക്തമായ ചില കരുക്കൾ നീക്കുന്നു. ഇറാനിൽ നിന്ന് റഷ്യയിലേക്ക് ബാലിസ്റ്റിക് മിസൈലുകൾ കൈമാറിയാൽ ശക്തമായ നടപടി സ്വീകരിക്കാൻ മറ്റ് രാജ്യാന്തര സഖ്യങ്ങൾക്കൊപ്പം തങ്ങളും ബാധ്യസ്ഥരാണ് എന്ന് ബ്രിട്ടൻ ഓർമ്മപ്പെടുത്തി. US നൽകിയ ആയുധങ്ങൾ ഉപയോഗിച്ച് റഷ്യയിൽ ദീർഘദൂര ആക്രമണങ്ങൾ നടത്തുന്നതിൽ യുക്രൈന് മേൽ ഏർപ്പെടുത്തിയിരുന്ന വിലക്ക് ഇക്കഴിഞ്ഞ ദിവസമാണ് ജോ ബൈഡൻ ഭരണകൂടം നീക്കം ചെയ്തത്. ഇതിനു പിന്നിൽ വ്യക്തമായ ചില രാഷ്ട്രീയ കണക്കുകൂട്ടലുകൾ ബൈഡനുണ്ട്. ജനുവരി 20 പുതിയ അമേരിക്കൻ പ്രസിഡന്റായി ട്രംപ് അധികാരമേൽക്കും. സ്വതവേ പുതിനുമായി ഒരു സൗഹൃദം പുലർത്തുന്ന വ്യക്തിയാണ് ഡൊണാൾഡ് ട്രംപ്. അതുകൊണ്ട് തന്നെ യുദ്ധം അവസാനിപ്പിക്കാൻ ചില സമ്മർദ്ദ തന്ത്രങ്ങൾ ഡൊണാൾഡ് ട്രംപ് പയറ്റിയേക്കാം. യുക്രൈൻ്റെ ചില ഭാഗങ്ങൾ വിട്ടുകൊടുക്കണമെന്നും യുദ്ധം ഒരു വെടിനിർത്തലിലെത്തിക്കണമെന്നും ട്രംപ് നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു. ഇതിനു വേണ്ട ശ്രമങ്ങൾ താൻ തുടരുമെന്നാണ് ഇക്കഴിഞ്ഞ ദിവസം ട്രംപ് വ്യക്തമാക്കിയത്. യുക്രൈൻ റഷ്യൻ യുദ്ധത്തിൽ തൻ്റെ നിലപാട് വ്യക്തമാക്കിയ ട്രംപ് എങ്ങനെയാണ് ഒരു സമാധാന ഫോർമുലയ്ക്ക് താൻ ശ്രമിക്കുന്നതെന്നും വിശദമാക്കിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ജോ ബൈഡൻ ഭരണകൂടം ഇപ്പോൾ റഷ്യക്കെതിരെ ശക്തമായി നീങ്ങുന്നത്. ഡൊണാൾഡ് ട്രംപിനെ അപേക്ഷിച്ച് താനൊരു ദുർബലനല്ല എന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്തം ജോ ബൈഡന്. അതുകൊണ്ട് റഷ്യയ്ക്ക് മേൽ ഇപ്പോൾ കടുത്ത ഉപരോധങ്ങൾ മാത്രമല്ല, യുക്രൈന് മേൽ അമേരിക്ക ഏർപ്പെടുത്തിയിരുന്ന വിലക്ക് പോലും നീക്കം ചെയ്തു. വലിയ ഭവിഷ്യത്തുകൾ വരുത്തിവെക്കും ഈ നീക്കമെന്ന് വ്യക്തമാണ്. യുക്രൈൻ തങ്ങളുടെ യുദ്ധമുറയിൽ ഇനി ദീർഘദൂര മിസൈലുകൾ പ്രയോഗിച്ചാൽ അത് മോസ്കോയുടെ അടിത്തറയിളക്കും. ഇത് വ്യക്തമായി അറിയുന്നയാളാണ് ജോ ബൈഡൻ. ഏറ്റവും നിർണായകമാണ് ഇനിയുള്ള 60 ദിവസങ്ങൾ. ഈ ദിവസങ്ങളിൽ യുക്രൈൻ കൂടുതൽ ആക്രമണങ്ങൾക്ക് മുതിരുമോ എന്ന ഭയം റഷ്യയ്ക്കുമുണ്ട്. അതുകൊണ്ടാണ് കൂടുതൽ മിസൈലുകളും ഡ്രോണുകളുമൊക്കെ ഇറാനിൽ നിന്ന് റഷ്യ ഇപ്പോൾ ഇറക്കുമതി ചെയ്തത്. കഴിഞ്ഞ 1000 ദിവസമായി തുടരുന്ന യുദ്ധം, അതുകൊണ്ട് തന്നെ റഷ്യയുടെ പക്കലുള്ള ആയുധശേഖരം വൻതോതിൽ കുറവ് വന്നിരിക്കുന്നു. ലോകത്തെ അത്ഭുതപ്പെടുത്തുകയാണ് ഇറാനിൽ നിന്ന് ആയുധങ്ങൾ ഇറക്കുന്ന റഷ്യയെ കണ്ട്. ദീർഘദൂര മിസൈലുകൾ പ്രയോഗിക്കാനുള്ള വിലക്ക് നീക്കം ചെയ്തതിനെ തുടർന്ന് കൂടുതൽ ശക്തമായ ആക്രമണങ്ങൾക്കാണ് ഇപ്പോൾ യുക്രൈൻ തയ്യാറെടുക്കുന്നത്. ആദ്യഘട്ടമായി പശ്ചിമ റഷ്യയിലെ കസ്ക് മേഖലയിൽ വിന്യസിച്ചിരുന്ന റഷ്യൻ ഉത്തര കൊറിയൻ സംയുക്ത സേനയാകും യുക്രൈൻ നേരിടുക എന്ന വാർത്തകൾ പുറത്തുവരുന്നു. യുദ്ധം അവസാനിപ്പിക്കാൻ താൻ മുൻകൈയെടുക്കും എന്നൊരു വശത്ത് പ്രഖ്യാപിച്ച ഡൊണാൾഡ് ട്രംപ്, മറുവശത്ത് രൂക്ഷമായ യുദ്ധത്തിലേക്ക് യുക്രൈനെ വീണ്ടും കൈപിടിച്ചുയർത്തുന്ന ജോ ബൈഡൻ ഭരണകൂടം. നാറ്റോ സഖ്യരാജ്യങ്ങൾക്കും തങ്ങളുടേതായ കാഴ്ചപ്പാടുണ്ട്. ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലേറിയാൽ നാറ്റോയ്ക്കുള്ള ഫണ്ട് വെട്ടിക്കുറയ്ക്കുമെന്ന ഭയം നാറ്റോ രാജ്യങ്ങളെ ബാധിച്ചിരിക്കുന്നു. റഷ്യൻ യുക്രൈൻ യുദ്ധത്തിൽ യുക്രൈന് പൂർണ്ണ പിന്തുണ നൽകി നാറ്റോ രാജ്യങ്ങൾ ഒപ്പമുണ്ട്. ആയുധങ്ങളും പണവുമൊക്കെ യുക്രൈന് യഥേഷ്ടം കൈമാറുന്നത് നാറ്റോയും അമേരിക്കയും കൂടിയ സംയുക്ത സഖ്യമാണ്. ഇനി മിസൈലുകൾ സ്വയം സംസാരിച്ചു കൊള്ളുമെന്നാണ് സെലൻസ്കിയുടെ വാക്കുകൾ. കാര്യങ്ങൾ വ്യക്തമാണ്. റഷ്യയ്ക്ക് മേൽ ശക്തമായ ആക്രമണങ്ങൾക്ക് യുക്രൈൻ മുതിർന്നാൽ, കൂടുതൽ ആയുധങ്ങളുമായി ഇറാൻ റഷ്യയുടെ സഹായത്തിനെത്തിയാൽ കാര്യങ്ങൾ കൈവിട്ടു പോകും. ഉത്തര കൊറിയൻ സൈന്യമാണ് ഇപ്പോൾ യുക്രൈൻ അതിർത്തിയിൽ നിന്ന് യുക്രൈൻ സൈനികരുമായി പോരാടുന്നത്. ഉത്തര കൊറിയയുടെ 10,000-ഓളം വരുന്ന പട്ടാളക്കാരെയാണ് യുദ്ധത്തിനായി മേഖലയിൽ വിന്യസിച്ചിരിക്കുന്നത്. ഇതിനകം 10,000-ലേറെ സൈനികർ കൊല്ലപ്പെട്ട 1000 ദിവസത്തോളം നീണ്ടുനിന്ന ഒരു യുദ്ധം.
യുദ്ധം അവസാനിപ്പിക്കാൻ കഴിയാതെ കുഴഞ്ഞിരുന്ന റഷ്യയ്ക്ക് സഹായവുമായി ഒടുവിൽ ഉത്തര കൊറിയ എത്തുന്ന കാഴ്ച. സഹായം മാത്രം പോരാ, സൈന്യത്തെ റഷ്യക്കെതിരെ നേരിട്ട് പൊരുതാൻ അയക്കണം എന്ന് യുക്രൈൻ പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കിയുടെ ആവശ്യം ഇനി കണ്ണടച്ച് തള്ളിക്കളയാൻ പാശ്ചാത്യ ലോകത്തിന് കഴിയില്ല. രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷമുള്ള ഏറ്റവും വലിയ യൂറോപ്യൻ യുദ്ധമാണ് യുക്രൈൻ മണ്ണിൽ ഇപ്പോൾ നടക്കുന്നത്. ആ യുദ്ധത്തിലേക്ക് ആയിരക്കണക്കിന് ഉത്തര കൊറിയൻ സൈനികർ കൂടി ചേർന്നതോടെ യുദ്ധത്തിന്റെ തലം മറ്റൊരു ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു. റഷ്യയിലേക്ക് മിസൈൽ വിക്ഷേപണം നടത്തണമെങ്കിൽ അതിന് പാശ്ചാത്യ രാജ്യങ്ങളുടെ ഉടമസ്ഥതയിലുള്ള സാറ്റലൈറ്റുകളുടെ സഹായം ആവശ്യമുണ്ട് യുക്രൈന്. ഇക്കാര്യം വ്യക്തമായി അറിയുന്നയാളാണ് പുതിൻ. യുക്രൈൻ നടത്തുന്ന ശക്തമായ നീക്കങ്ങൾ പലപ്പോഴും ലോകത്തെ അമ്പരപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ ദീർഘദൂര മിസൈലുകൾ ഉപയോഗിക്കാൻ അവർക്ക് പൂർണ്ണ വാതിൽ തുറന്നു കിട്ടുന്നതോടെ യുദ്ധം മറ്റൊരു തലത്തിലേക്ക് മാറ്റാൻ യുക്രൈന് കഴിയും. യുക്രൈൻ റഷ്യ യുദ്ധത്തിലേക്ക് ഇറാന്റെ പങ്കാളിത്തം കൂടി ഉറപ്പിക്കുന്നതോടെ കൂടുതൽ ശക്തമായ നീക്കങ്ങളാണ് ഇപ്പോൾ ഇറാന് നേർക്ക്. ഇസ്രയേലുമായി സംഘർഷത്തിലായിരിക്കുന്ന ഇറാനെ സംബന്ധിച്ച് അവർ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് കൂപ്പുകുത്തുന്നു. നിർണായകമായ ഈ ഘട്ടത്തിൽ റഷ്യയ്ക്കൊപ്പം ഇറാൻ നിന്നില്ല എങ്കിൽ റഷ്യ കൂടി ഇറാനെ കൈവിടുമെന്ന സ്ഥിതി. ചുരുക്കത്തിൽ ചെകുത്താനും കടലിനുമിടയിൽ കിടക്കുന്ന അവസ്ഥയാണ് ഇറാനെ സംബന്ധിച്ചിപ്പോൾ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.